ചെങ്കൽ മഹാദേവ ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വന്നാലോ? അപ്പോൾ ഇന്നത്തെ വ്ലോഗ് യാത്രാനുഭവമാണ്. വേറെ ഒരിടത്തുമല്ല, ചെങ്കൽ ശ്രീ മഹാദേവൻ്റെ അടുത്തേക്ക് പോയ യാത്രാ വിവരങ്ങൾ. ബസ്സിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൽ പോയപ്പോഴുണ്ടായിരുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പ്രദേശം എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശം എന്നോ നാട്ടുപ്രദേശം എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. അത്രയ്ക്ക് മനോഹരമായിരുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും, ദേ ഒരു സ്കൂളുണ്ട്, സായി കൃഷ്ണ സ്കൂള്. ആ സ്കൂള് തന്നെ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രദേശം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാദേവനും ശ്രീ പാർവതി ദേവിയുമാണ്. അതുകൂടാണ്ട് ഇവിടെ നവഗ്രഹങ്ങളും ഗണപതി ഭഗവാന്റെ പല ഭാവങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ലാണ്ട് ഇവിടെ മഹാശിവലിംഗ യാത്ര, ആ മഹാശിവലിംഗ യാത്രയിൽ നമുക്ക് കൈലാസ, വൈകുണ്ഠം, ദേവലോകം എന്നിവിടങ്ങളിലേക്ക് നമ്മൾക്ക് പോയ ഒരു അനുഭവം നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു മഹാശിവലിംഗത്തിനകത്ത് കയറാൻ വേണ്ടി മാത്രം നിങ്ങളൊരു പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. 200 ആണ് പേയ്മെൻറ്റ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഫോൺസ് ഒന്നും അലൗഡ് അല്ല. നിങ്ങൾ കൗണ്ടറിൽ ഫോൺസ് കൊടുക്കണം. പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ 200 റുപ്പിയ നമ്മൾ ഈ ഒരു മഹാശിവലിംഗ യാത്ര നടത്തുന്നതിനും പിന്നെ നമ്മൾ ക്യാഷ് കൗണ്ടറിൽ ഈ ഒരു സാധനങ്ങൾ കൊടുക്കുന്നതിന്, നമ്മുടെ ഫോൺസ്, സ്മാർട്ട് വാച്ചസ് പോലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ചെറിയ എമൗണ്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനൊരു ടോക്കൺ വാങ്ങണം. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് വളരെ നേരത്തെയായിപ്പോയി. അമ്പലം അടച്ചിരുന്നു. എന്ന് വെച്ചാൽ അമ്പലം പിന്നെ 4:30 തുറക്കത്തുള്ളൂ. നമ്മൾ 4:30 തുറക്കും. 1 മണി വരെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 12:45 അവിടെ എത്തി. പക്ഷേ 1 മണി വരെ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ചായയും ഉഴുന്നുവടയും ഉള്ളിവടയും ഞാൻ കഴിച്ചു. അമ്മേച്ചനും അങ്കിളും ഇലയട കഴിച്ചു. അതിനുശേഷം അമ്പലനടയിൽ വെയിറ്റ് ചെയ്തിരുന്നു. നട തുറക്കുന്നതിനായിട്ട് 4:30 ഇനി തുറക്കത്തുള്ളൂ. നമ്മൾ ഇനി ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. സാധാരണ നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും ഒരിടത്ത് പോയി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കൊരു മുഷിപ്പോ അല്ലെങ്കിൽ ബോറിങ്ങോ ഫീൽ ചെയ്യും. പക്ഷേ സത്യം പറയാലോ, അമ്പലനടയിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗ ദർശനം നടത്തുന്ന ടെമ്പിൾ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ലൊരു പോസിറ്റീവ് ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ലച്ചുവിനേക്ക് ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ റെക്കോർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ ബ്രൈറ്റ്നെസ് പ്രശ്നം ഉണ്ടായിരുന്നു. ബ്രൈറ്റ്നെസ് പ്രശ്നം മീൻസ് അവിടെ ചേച്ചിയും ലച്ചുവും ചേച്ചിയുടെ ഹസ്ബൻഡും പുറത്തായിരുന്നു. അപ്പോൾ അവർ പുറത്ത് നിന്നിട്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ പുറത്ത് കടയിലെങ്ങാണ്ട് പോകുന്ന ടൈമിൽ ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അവർ വീഡിയോ കോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിളിക്കുന്നത് കണ്ടിട്ട് ചേച്ചി പുറത്തോട്ട് വന്നിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ബൈക്ക് പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ പുറത്തോട്ട് ചേച്ചി വന്നിട്ട് വീഡിയോ എടുക്കുന്നതായിരുന്നു. അപ്പോൾ നല്ല വെട്ടമുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതിയെന്ന്. പിന്നെ വീട്ടിൽ പോയി ചേച്ചി വീട്ടിലെത്തിയപ്പോൾ ഒരു നേരമായെന്ന് തോന്നുന്നു. ചേച്ചി വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സ്ക്രീൻ റെക്കോർഡ് എടുത്തു. പക്ഷെ അത് വലിയ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഞാനത് വെച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി ഈ വീഡിയോ തന്നെ ഒരു 7 മിനിറ്റോളം 8 മിനിറ്റ് എന്ന് തോന്നുന്നു, 7, 8 ഇതിനിടയ്ക്ക് വരുന്ന മിനിറ്റോളം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞത്. ചെങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനവിടെ എന്താണെന്ന് അറിയില്ല, അവിടെ ഒരുപാട് പേര് കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാനെന്തേ അവിടെ കയറി കിടക്കുന്നുണ്ട്. ഇവിടെ കിടന്നുകൊണ്ടെടുത്ത കാഴ്ചകളെല്ലാം കാണുന്നതാണ് ഞാൻ ഈ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. നല്ല പോസിറ്റീവ്. പിന്നെ ഈ ഒരു കുഞ്ഞാവെ കണ്ടെങ്കിൽ ലച്ചൂട്ടി ഓർമ്മ വന്നു. നല്ല സ്മാർട്ട് കുട്ടിയാട്ടോ. ലച്ചൂട്ടി ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്നാന്ന് പറയും നമ്മളോട്. അതുപോലെ ആ കുട്ടി ഇന്നാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ലച്ചൂട്ടി പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോഴാണ് ഞാൻ ഈ കുട്ടിയെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ ഇത് നന്ദി ഭഗവാനുണ്ട്. ഭഗവാനുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഭഗവാനോട് പറഞ്ഞാൽ നടക്കും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥനകളൊക്കെ അർപ്പിച്ച് അവിടെ അങ്ങനെ വിശ്വാസത്തോടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബ്ലെസ്ഡോടെ അവിടുത്തെ വീഡിയോസും പിക്ചേഴ്സും ഒക്കെ എടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് മഹാശിവലിംഗത്തിനകത്ത് കയറുമ്പോഴും നാലമ്പലത്തിനകത്ത് കയറുമ്പോഴും മാത്രമേ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ലാതുള്ളൂ. അല്ലാണ്ട് ഇവിടുത്തെ ഈ വീഡിയോസൊക്കെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ പോർഷൻസൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അതിന് നമുക്ക് പ്രശ്നമില്ല. അമ്പലത്തിനകത്ത് കയറുമ്പോൾ മാത്രം നമ്മൾ ഫോൺ ഓഫ് ചെയ്തിട്ട് കയറുക. പിന്നെ നാലമ്പലത്തിൽ കയറുമ്പോൾ ഓഫ് ചെയ്തിട്ട് കയറുക. പിന്നെ മഹാശിവലിംഗത്തിൽ കയറുമ്പോൾ കൗണ്ടറിൽ ഫോൺ കൊടുത്തിട്ട് പോവുക. അത് നമ്മൾ ചെയ്യേണ്ട ഒരു റൂള് തന്നെയാണ്.
പിന്നെ ഈ ഒരു ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ആണെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് കറക്റ്റ് വിവരങ്ങൾ അറിയില്ല. അപ്പോൾ ഇതൊരു ട്രസ്റ്റിൻ്റെ ആയിട്ട് പോലും ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ അവർ പരിപാലനം നടത്തുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ വർക്കേഴ്സ് ആയാലും ഒക്കെ നല്ല രസമാണ്. നല്ല രസം മീൻസ് അവരുടെ ആ ഒരു ക്ഷേത്രത്തിനോടുള്ള ആ ഒരു അർപ്പണം കാണുന്ന നല്ല രസമാണ്. ഓരോ വർക്കേഴ്സ് ആയാലും നമ്മളോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് ആയാലും അതുപോലെ തന്നെ ഒരു എല്ലായിടത്തും ആൾക്കാരെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കാനായിട്ട് അവിടെ സൗകര്യമുണ്ട്, റെസ്റ്റ് എടുക്കാനായിട്ട് സൗകര്യമുണ്ട്, നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാനായിട്ട് അവിടെ സൗകര്യമുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ തിരക്കുള്ളൊരു ക്ഷേത്രത്തിൽ വേണമെന്നുള്ള എല്ലാ എമർജൻസി ക്രൈറ്റീരിയാസും അവിടെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റിൻ്റെ കീഴിലിരിക്കുന്നുണ്ടായിട്ട് പോലും ഈ അമ്പലം നന്നായിട്ട് ഇത്ര മനോഹരമായിട്ട് ചെയ്യുന്നവർ അവരെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരിക, ഈ ഒരു മഹാശിവലിംഗ യാത്ര നടത്തുക, ഈ അമ്പലത്തിൽ വരിക. പോസിറ്റിവിറ്റി മാത്രമേ ഉള്ളൂ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലത് ഒതുക്കി നിങ്ങൾക്ക് സന്തോഷം മാത്രം, സങ്കടങ്ങളെല്ലാം ഒതുക്കി സന്തോഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനും നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട് എനിക്ക് വാക്കുകൾ തീരുന്നില്ല. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തൊഴുതതിന് ശേഷം ഇറങ്ങി പ്രസാദങ്ങൾ വാങ്ങിച്ച് ലച്ചൂട്ടിക്കും ചേച്ചിക്കൊക്കെ കുറച്ച് ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങുകയാണ്. അമ്പലത്തിനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. ഇനി എന്തെങ്കിലും ഇതുപോലെ അമ്പലത്തിൽ വരണം എന്നുണ്ട്. അതെന്നാണെന്നറിയില്ല. ദൈവം എന്നാണോ വിളിക്കുന്നത് അന്ന് അമ്പലത്തിൽ യാദൃശ്ചികമായിട്ട് എത്തുന്നതായിരിക്കും. ഇന്നും പ്രീ പ്ലാൻ ഒന്നുമല്ല, യാദൃശ്ചികമായിട്ട് തന്നെയാണ് ഇന്നും എത്തിയിട്ടുള്ളത്. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേരിൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയൊരു ബറോട്ടയും സാമ്പാറും കഴിച്ചു. അതിനുശേഷം നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബസ്സിൽ സൈഡ് സീറ്റ് കിട്ടി, യാഹൂ! അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. സോറി ഗൈസ്, എൻ്റെ സൈഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ്, അതുകൊണ്ടാണ് യാഹൂ എന്നൊക്കെ പറഞ്ഞത്. ഞാനും അമ്മയും അവിടെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. അച്ഛൻ പാവം ഇതൊന്നും അറിയാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ കരമന ബസ് സ്റ്റാൻഡിൽ എത്തി ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. യൂബർ വന്ന ഉടനെ നമ്മൾ വീട്ടിലോട്ട് എത്തും. ഇനി വീട്ടിലോട്ട് പോയിട്ട് ലച്ചുന് വാങ്ങിയ ഗിഫ്റ്റൊക്കെ കൊടുക്കണം. ആൾ നൈറ്റ് ഉറങ്ങിപ്പോയി. സോ മോർണിംഗ് ആണ് ആൾക്ക് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിലോട്ടുള്ള ഏരിയയിലോട്ട് നടക്കുക. നെക്സ്റ്റ് പാർട്ടിൽ ലച്ചൂസ് ഗിഫ്റ്റ് അൺബോക്സ്.